ഗുഡ് ഈവനിംഗ് ഡേസ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ US, യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ തിരിച്ച് കയറി. ഇന്ത്യൻ മാർക്കറ്റും ഇന്ന് ശക്തമായ രീതിയിൽ തിരിച്ചു കയറിയിട്ടുണ്ട്. 7 ലക്ഷം മാർക്കറ്റ് ക്യാപ് BSE ലിസ്റ്റഡ് കമ്പനീസ് ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 60% ഇന്നലത്തെ വൈപ്പ് ഔട്ട് ഇന്ന് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. നിഫ്റ്റി 50യിൽ എല്ലാ കമ്പനീസും, പവർ ഗ്രിഡ് ഒഴികെയുള്ള എല്ലാ കമ്പനീസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എല്ലാ സെക്ടറും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. NSEയിൽ 232 കമ്പനീസ് ഒഴികെ മറ്റുള്ള എല്ലാ കമ്പനീസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. US ഫ്യൂച്ചറും പോസിറ്റീവാണ്. എന്നാൽ ആശങ്കകൾ ഒന്നും തന്നെ അപ്പാടെ മാറിയിട്ടില്ല. എങ്കിലും നാളെ നമ്മളുടെ ഇന്ത്യയുടെ RBI മോണിറ്ററി പോളിസി വരികയാണ്. മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള പല അനലിസ്റ്റുകളും പറയുന്നത് 25% ബേസ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. എല്ലാ സെക്ടറും പോസിറ്റീവിൽ അങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യ വിക്സും ഇന്ന് ക്രാഷ് ചെയ്തു. 10% ഇന്ത്യ വിക്സ് ക്രാഷ് ചെയ്തു. ഇന്ത്യയിലെ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഫിയർ മെഷർ ചെയ്യുന്ന ഗേജാണ് ഇന്ത്യ വിക്സ്, ഇന്ത്യൻ വോളറ്റിലിറ്റി ഇൻഡെക്സ്. അപ്പോൾ അത് ഇന്നലെ 58% സ്പൈക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രീമിയം സ്പൈക്ക് ചെയ്തു. അടുത്ത മണി തന്നെ 25,000 രൂപ വേണമായിരുന്നു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇപ്പോൾ അത് 10% ഫോളായി. ഓപ്ഷൻ്റെ പ്രീമിയം എല്ലാം തന്നെ ചെറിയ രീതിയിൽ കൊളാപ്സായി. കൂടാതെ തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി അത് നാളെയാണ്. വ്യാഴാഴ്ച ദിവസം നമ്മൾ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ അതും കാരണവും പ്രീമിയം എല്ലാം തന്നെ നിഫ്റ്റിയുടെ എസ്പെഷ്യലി വീക്കിലി പ്രീമിയം എല്ലാം തന്നെ കുറഞ്ഞു. കൂടാതെ രാവിലെ നല്ല Q4 ബിസിനസ് അപ്ഡേറ്റ് കാരണം ടൈറ്റാൻ 5% ഒരു റാലി രേഖപ്പെടുത്തി. BEയിലും ഓർഡർ കിട്ടിയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിലും BEയിലും വന്നിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കാണാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE, CSE 40, ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റാണ്. മൂന്നും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് കാണാം 10% ക്രാഷായി. 20ലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. US ഫ്യൂച്ചർ കാണാം 742 പോയിന്റ് അപ്പാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 6% സ്പൈക്ക് ചെയ്തു, 1800 പോയിന്റ്. കോസ്പി ഫ്ലാറ്റ് ആണ്. ചൈന 1.58% സ്പൈക്ക് ചെയ്തു. ഓസ്ട്രേലിയ 2%. ഗോൾഡ് $28 ഉയർന്ന് 3010 ബ്രന്റ് ഓയിലും 64, ബിറ്റ്കോയിനും $2500 ഉയർന്ന് ഏകദേശം 79,000 റേഞ്ച് എന്ന നിലയിലാണ് നിൽക്കുന്നത്. US പറ്റി പറയുമ്പോൾ ഈ ഒരു താരിഫ് ഹൈക്കെല്ലാം തന്നെ 90 ദിവസത്തേക്കൊക്കെ പോസ് ചെയ്യുമെന്നുള്ളൊരു വാർത്ത വന്നു. പിന്നീട് വൈറ്റ് ഹൗസ് അത് നിഷേധിച്ചു. അപ്പോൾ US മാർക്കറ്റ് സ്ഥിതിഗതികളിൽ നിന്ന് തന്നെ ശാന്തമായി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. US മാർക്കറ്റിൽ നിന്ന് PPI ഡേറ്റ ഉൾപ്പെടെയുള്ള പ്രധാന എക്കണോമിക് ഡേറ്റ വരുന്ന ഒരാഴ്ച തന്നെയാണ് ഇത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വ്യാഴാഴ്ച അവധിയാണ്. അപ്പോൾ ബുധനാഴ്ച, അതായത് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് ഇല്ല. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളൊരവസ്ഥയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈവൻ കഴിഞ്ഞ വീക്കെൻഡിലും അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ വീക്കെൻഡ് വെള്ളിയാഴ്ച 380 പോയിന്റ് മാർക്കറ്റ് ഇടിഞ്ഞു. അതിനുശേഷമാണ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തത് 600 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ. എന്നാൽ കിട്ടിയത് 1000 പോയിന്റിലേറെ ഗ്യാപ്പ് ഡൗൺ. ഇന്നും അതുപോലെ തന്നെ ഇന്നലെ നിഫ്റ്റി ഏകദേശം ഒരു 300 പോയിന്റ് ഗ്യാപ്പ് അപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്തു. ഏകദേശം അതിൽ കൂടുതൽ ഗ്യാപ്പ് അപ്പ് നമുക്ക് ഇന്ന് കിട്ടി. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഏറെക്കുറെ അതുപോലെ തന്നെ റിയാക്ട് ചെയ്യപ്പെടാറുണ്ട്. നിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്നു. അതായത് നാളെ രാവിലെ വെളുപ്പിന് 2 മണി വരെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊസിഷൻസ് എല്ലാം തന്നെ എടുത്ത ആളുകൾക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് അറിയാൻ സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും അറിയാൻ സാധിക്കുന്ന പോലെ തന്നെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റും അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ള ഡേറ്റയിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഒരു മിറാസെറ്റിൻ്റെ ബ്രോക്കറിനെ പരിചയപ്പെടാം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബ്രോക്കറാണ് മിറാസെറ്റിൻ്റെ സ്റ്റോക്ക്. ഇന്ന് ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ മാർജിൻ ട്രേഡ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലീഡിംഗ് ആയിട്ടുള്ളൊരു ബ്രോക്കറാണ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഇന്ന് നിലവിൽ ഇൻട്രാഡേ FNO MTF എല്ലാം തന്നെ ₹5 ബ്രോക്കറേജ് മാത്രമാണ് ഉള്ളൂ. കൂടാതെ തന്നെ ഡെലിവറി IPO ETF മ്യൂച്വൽ ഫണ്ടിന് 0 ബ്രോക്കറേജ് മാത്രമാണ് ഉള്ളത്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. 0 AMC മാത്രമാണ് സ്റ്റോക്കിന് ഉള്ളത്. സ്റ്റോക്കിൽ നമുക്ക് ഈ മാർജിൻ ട്രേഡ് ഫെസിലിറ്റി, അതും ഇൻഡസ്ട്രിയിലെ 6.99 എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നമുക്ക് മാർജിൻ ട്രേഡ് ഫെസിലിറ്റിയിലൂടെ നമുക്ക് സ്റ്റോക്കുകൾ ബൈ ചെയ്യാം. കൂടാതെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും എല്ലാം തന്നെ നമുക്ക് ഇതിൽ
പ്ലെഡ്ജ് ചെയ്യാം, ETF പ്ലെഡ്ജ് ചെയ്യാം. അങ്ങനെ പ്ലെഡ്ജ് ചെയ്യുമ്പോൾ അപ് ടു 87% വരെ നമുക്ക് മാർജിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലൊരു പ്രത്യേകത മാർജിൻ ട്രേഡ് ഫെസിലിറ്റിയാണ്. 6.99 പെർ ആനത്തിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് അൺലിമിറ്റഡ് ഹോൾഡിംഗ് പീരീഡോട് കൂടിയിട്ട് ഏകദേശം 700+ സ്റ്റോക്കുകൾ നമുക്ക് മാർജിൻ ട്രേഡ് ഫെസിലിറ്റിയോടെ ബൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്രാക്ടിക്കലി 20% മാത്രം നമ്മൾ ഫണ്ട് ചെയ്യുന്നു, ബാക്കി 80% സ്റ്റോക്ക് ഫണ്ട് ചെയ്യുന്നു. ഏകദേശം 12ഓളം രാജ്യങ്ങളിൽ 26 വർഷത്തെ എക്സ്പീരിയൻസ് സ്റ്റോക്കിനുണ്ട്. 18 ലക്ഷം യൂസേഴ്സ്, 83 കോടി ട്രേഡിംഗ് ഓൾറെഡി തന്നെ നടന്നു കഴിഞ്ഞു. ഏകദേശം 4.1 യൂസർ റേറ്റിംഗ് ഉണ്ട്. കൂടാതെ തന്നെ 2.6 ലാക്ക് യൂസേഴ്സ് റെഫർ ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്കിൽ ഗ്ലോബൽ ഈവൻറ്റും ഗ്ലോബൽ എക്കണോമിക് കലണ്ടറും ഉണ്ട്. ഇവിടെ നമുക്ക് US-ലെയും ഇന്ത്യയുടെയും പല ഗ്ലോബൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ 16 പുതിയ ETF ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലെഡ്ജ് ലിസ്റ്റിൽ ലിക്വിഡ് ബീസ്, ഗോൾഡ് ബീസ് ഉൾപ്പെടെയുള്ള 16ഓളം ETF ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലെഡ്ജ് ചെയ്യാം. ഇത് കൊളാട്രലായിട്ട് സ്റ്റോക്ക് അപ്രൂവ് ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് പോകാം. സ്റ്റോക്കിംഗ് ന്യൂസിൽ NBCC ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത് 120 കോടി രൂപയുടെ ഓർഡർ അവർക്ക് റെയിൽടെലിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ജിയോ ഫിനാൻസ് കമ്പനി അവർ ഡിജിറ്റൽ ലോൺ സെക്യൂരിറ്റീസിനെതിരെ ഡിജിറ്റൽ ലോൺ എന്ന് പറയുന്ന ഒരു ബിസിനസ് അവർ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇന്ന് ജിയോ ഫിനാൻസ് എല്ലാം തന്നെ നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനർ ആയിരുന്നു. മസഡോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇവരുടെ റവന്യൂ 10,000 കോടി രൂപ കമ്പനി ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. കൂടാതെ തന്നെ കമ്പനി രണ്ടാമത്തെ ഇൻട്രീം ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇന്ന് IG-യിൽ ഏകദേശം ഒരു 3.5% ഒരു ഫോൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഡൽഹി അവരുടെ EV പോളിസി എല്ലാം തന്നെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് CNG കമ്പനിയായിട്ടുള്ള IG-ലിന് അത് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് വന്നു. ആർക്കേഡ് കമ്പനി അത് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 865 കോടി രൂപയുടെ ബോറിവല്ലി ക്ലസ്റ്റർ റീഡെവലപ്മെൻറ്റ് ഡീൽ ഓർഡർ അവർക്ക് കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സ്വിഗ്ഗി എല്ലാം തന്നെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടും അവരുടെ മാക്സ് സേവർ എന്ന് പറയുന്ന പുതിയ ഒരു പാക്കേജ് അവർ ലോഞ്ച് ചെയ്തു. 999 രൂപയ്ക്ക് കൂടുതൽ ബൈ ചെയ്യുമ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് എല്ലാം തന്നെ സ്വിഗ്ഗി പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറാണ്. ഇന്ന് സ്റ്റോക്ക് ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഹഡ്കോ കമ്പനി 1.5 ലാക്ക് ക്രോർസിൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് MMRDA ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് മുംബൈ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ഒരു ധാരണയായി എന്നുള്ള വാർത്ത ഹഡ്കോനെ സംബന്ധിച്ചിട്ടുണ്ട്. GRC കമ്പനി സ്വാൻ ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓർഡർ GRCക്ക് കിട്ടി എന്നുള്ള ന്യൂസ് ഉണ്ട്. പെട്രോനെറ്റ് കമ്പനിയുടെ CEO പറയുന്നത് ഈ സമ്മർ കാരണമെല്ലാം തന്നെ LNG ഡിമാൻഡ് ഉയരുമെന്നാണ് പെട്രോനെറ്റിൻ്റെ CEO പറയുന്നത്. സ്റ്റോക്ക് ഇന്ന് 5% ഗെയിൻ രേഖപ്പെടുത്തി. ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ കമ്പനി 500 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രൊജക്റ്റ് ഇവർക്ക് കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സിയൻറ്റ് കമ്പനി സെമി കണ്ടക്ടർ സബ്സിഡറി കമ്പനി സിയൻറ്റ് കമ്പനി ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ്. DPSC ലിമിറ്റഡ് കമ്പനി EV ചാർജിങ് സ്റ്റേഷൻസ് കൊൽക്കട്ടയിൽ അത് പബ്ലിക്കും കൊമേഴ്ഷ്യലും 2 രീതിയിൽ EV ചാർജിങ് സ്റ്റേഷൻസ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇമാജിക്ക വേൾഡ് കമ്പനി അമ്യൂസ്മെൻറ്റ് പാർക്ക് ചെയ്യുന്ന കമ്പനിയാണ് വണ്ടർല പോലെ. അപ്പോൾ അവർ പുതിയ വാട്ടർ റൈഡ് കമ്പനി ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്റ്റോക്കുകളുടെ വാർത്തകളാണ്, ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമ്മളുടെ സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്, ചെക്ക് ചെയ്യാം. താങ്ക് യു. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.